വാസ്തുശാസ്ത്രമനുസരിച്ചാണല്ലോ നാം ഓരോ വീടും പണിയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലെ സന്തോഷവും സമാധാനവും ശാന്തതയും എല്ലാം അതിൻ്റെ വാസ്തുശാസ്ത്രമനുസരിച്ചിരിക്കും. നമ്മുടെ വീട്ടിലെ ഊർജം നിലനിർത്തുന്നതിന് നമ്മുടെ പാദരക്ഷകൾ വയ്ക്കുന്ന കാര്യത്തിലും ആ ശ്രദ്ധ വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു ചെറിയ അശ്രദ്ധ മാത്രം മതി നമ്മുടെ വീട്ടിലെ സന്തോഷവും ഊർജവും സമ്പത്തും പടിയിറങ്ങിപ്പോകാൻ. അതുകൊണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോ അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ മാത്രം ചെരുപ്പുകൾക്കുള്ള സ്ഥാനം ഒരുക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഭാഗങ്ങളിൽ ചെരുപ്പുകൾ വെക്കുക വഴി വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുവാനും വീട്ടിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും മാത്രമല്ല, ഇതുമൂലം വീട്ടിലെ സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. ഈ സ്ഥാനം പറ്റില്ലെങ്കിൽ തെക്കു പടിഞ്ഞാറ് ദിശ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ദിശകൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. വടക്കും കിഴക്കും സ്ഥലങ്ങളിൽ പാദരക്ഷകൾ പ്രധാനമായും സൂക്ഷിക്കരുത്. ഇത് വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യും. മാത്രമല്ല, വീടിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ ഇത് ബാധിക്കും. ഒരു വീടിൻ്റെ ഏറ്റവും പവിത്രമായ മൂലയാണ് വടക്ക് കിഴക്ക്. ആ ഭാഗം എപ്പോഴും പവിത്രമായി തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അടച്ചിടാവുന്ന ഷൂറാക്കുകളാണ് ഏറ്റവും അത്യുത്തമം. മാത്രമല്ല, ഷൂറാക്കുകളുടെ ഉയരം എപ്പോഴും കാൽമുട്ടിന് താഴെയായിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ പാദരക്ഷകൾ ഒരിക്കലും അലങ്കോലമായി വെക്കരുത്. മാത്രമല്ല, അതൊരിക്കലും നമ്മുടെ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുകയും അരുത്. അതെല്ലാം നമ്മുടെ വീടിൻ്റെ സന്തുലിതാവസ്ഥയെയും ഐശ്വര്യത്തെയും തകിടം മറിക്കും. അപ്പോൾ നമ്മുടെ പാദരക്ഷകൾ എവിടെയാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു അവലോകനം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.